നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രന്റെ പരാമർശം അപകീർത്തികരമെന്ന് സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി മധുസൂദനൻ. രാമായണ പുണ്യവുമായി കർക്കിടകം പിറന്നു. ഹൈന്ദവ ഭവനങ്ങളും ക്ഷേത്രങ്ങളും ഇനി രാമായണ ശീലുകളാൽ മുഖരിതമാവും. പരിസ്ഥിതി ആശയങ്ങളുടെയും പ്രകൃതി സ്വപ്നങ്ങളുടെയും വിത്തുകൾ വിദ്യാർത്ഥികളുടെ ഇളം മനസ്സുകളിൽ വിതയ്ക്കുക എന്ന ദൌത്യവുമായി നടന്ന മഴയാത്ര ശ്രദ്ധേയമായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സമ്മേളനം കാങ്കുലിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐ തൃക്കരിപ്പൂർ ഏരിയ പഠന ക്യാമ്പിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 4 BJP പ്രവർത്തകരും 2 CPM പ്രവർത്തകരും അടക്കം 6 പേരാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഞായറാഴ്ച രേഖപ്പെടുത്തിയേക്കും എന്നാണ് അറിയുന്നത്. CPM പ്രവർത്തകനായ ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേരെയും BMS പ്രവർത്തകനായ KV രാമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേരെയുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇരു പാർട്ടികളിൽ നിന്നുമായി ഏതാനും പേരെ ശനിയാഴ്ച ചോദ്യം ചെയ്തു വിട്ടയച്ചു. കൊലപാതകങ്ങളെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അപകീർത്തി പരാമർശം നടത്തിയതിന് BJP സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്കുരുങ്ങി CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി മധുസൂദനൻ. കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിലാണ് സുരേന്ദ്രന്റെ വിവാദ പരാമർശം. പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തനിക്കെതിരെ സുരേന്ദ്രൻ ഇത്തരത്തിൽ പരാമർശം നടത്തിയതെന്നും ടി മധുസൂദനൻ പറഞ്ഞു. കുന്നരവിൽ BJP പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. മൊട്ടക്കുന്നിലെ കലശക്കാരൻ ഷിവാസിന്റെ വീടാണ് ആക്രമിച്ചത്. ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച മൊട്ടക്കുന്നിലെ കലശക്കാരൻ ഷിവാസിന്റെ വീടാണ് തകർത്തത്. കുന്നരു ഓണപ്പറമ്പിലെ 10 സെന്റ് കോളനിയിലാണ് വീട്. സംഭവ സമയത്ത് വീട്ടിൽ ആൾതാമസമില്ലായിരുന്നു. വീടിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. വസ്ത്രങ്ങളും ഫർണിച്ചറുകളും നശിപ്പിച്ചിട്ടുമുണ്ട്. രാമായണ പുണ്യവുമായി കർക്കിടകം പിറന്നു. മുറ്റത്ത് മഴ താളം തീർക്കുമ്പോൾ മനസ്സിൽ രാമായണ വായനയുടെ തോരാമഴ. ഹൈന്ദവ ഭവനങ്ങളും ക്ഷേത്രങ്ങളും ഇനി രാമായണ ശീലുകളാൽ മുഖരിതമാവും. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം. തുള്ളിക്കൊരുകുടം മഴ പെയ്യുന്നതിനാൽ പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നീ പേരുകളിലും ഈ മാസത്തെ വിശേഷിപ്പിക്കുന്നു. ദുരിതം നിറയുന്ന കർക്കിടകത്തിൽ ഈശ്വരഭജനത്തിലൂടെ കുടുംബൈശ്വര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് രാമായണ മാസാചരണത്തിന്റെ പിന്നിലുള്ള വിശ്വാസം. ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തി അതിനു മുന്നിൽ ചമ്രം മടഞ്ഞിരുന്ന് രാമായണത്തെ തൊട്ടുവന്നിച്ച് കർക്കിടകം 1-ാം തീയതി മുതൽ രാമായണ പാരായണം തുടങ്ങുന്നു. എല്ലാ ദിവസവും ഇത് തുടരുകയും കർക്കിടകം അവസാനിക്കുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് പുഷ്പങ്ങൾ വിളക്കിനു മുന്നിൽ അർപ്പിച്ചു പാരായണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പല ഭാഷകളിലും ഈ കാവ്യം എഴുതപ്പെട്ടെങ്കിലും കർക്കിടകത്തെ രാമായണ മാസമെന്ന് വിളിക്കാനും പാരായണം എല്ലാ ദിവസവും ഒരനുഷ്ഠാനം പോലെ ആചരിക്കുവാനും മലയാളിയെ പ്രേരിപ്പിച്ചത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. കലുഷിതമായ ഇന്നത്തെ കാലത്ത് ആദികാവ്യത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നുമുണ്ട്. ഒരു യാത്രയുടെ കഥയാണ് രാമായണം. സഹസ്രാബ്ദങ്ങളായി ഒരു രാജകുമാരൻ ലോകത്തിൻ്റെ മനം കീഴടക്കി തുടരുന്ന യാത്ര. ലോകത്തിൻ്റെ ഭൂരിഭാഗം കോണുകളിലും മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തെ സ്വാധീനിച്ച് ശ്രീരാമചന്ദ്രൻ്റെ യാത്രയായ രാമായണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സന്തോഷത്തിൻ്റെ അയോധ്യയും സഹതാപത്തിൻ്റെ ആരണ്യവും ചിന്തകളുടെ അലയാഴിയും താണ്ടി തുടരുന്ന യാത്ര. കേവലം മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് ഈശ്വരൻ എന്ന അവസ്ഥയിലേക്ക് രാമൻ ഉയരുന്നത് ഈ യാത്രയിലൂടെയാണ്. രാമായണ പാരായണം വഴി ആ വഴികളിലൂടെയെല്ലാം നമ്മുടെ മനസ്സും സഞ്ചരിക്കുന്നു. അകലെ നിന്ന് നോക്കിയാലും കണ്ടുമറിഞ്ഞും പഠിക്കാനേറെയുണ്ട്. പഠിച്ചാലും തീരാത്തത്രയുണ്ട് അത് തരുന്ന അറിവുകൾ. രാമായണം സ്വാധീനിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തെ മാത്രമല്ല, ഭൗതിക ജീവിതത്തെ കൂടിയാണ്. സമൂഹം എങ്ങനെ ജീവിക്കണമെന്നു കൂടിയാണ് രാമായണം പറഞ്ഞു തരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു തരികയല്ല, കാണിച്ചു തരികയാണ്. രാമനിലൂടെ, സീതയിലൂടെ, രാവണനിലൂടെ.
ഓരോ കാണ്ഡത്തിലൂടെയും കടന്നു പോകുമ്പോഴും വിവിധ സന്ദേശങ്ങളാണ് വായനക്കാരനു ലഭിക്കുന്നത്. രാമായണത്തിലെ കഥാപാത്രങ്ങൾക്കും മരണമില്ല. എല്ലാവരിലും എല്ലാ കാലത്തും രാമായണ കഥാപാത്രങ്ങളുടെ അംശങ്ങൾ കാണാം. ജയപരാജയങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും നേർചിത്രമാണ് രാമായണം. കലികാലത്തിൽ ജീവിക്കുന്ന നമ്മളെ സീതാപഹരണം വഴി രാമായണം ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം ദുർബലതകളെയും അജ്ഞതകളെയും അതിജീവിക്കണമെന്നാണ്. ഭക്തിയും യുക്തിയും ചേർന്ന് മഹത് ഗ്രന്ഥമായി രാമായണം മാറുന്നതും ഇവിടെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടുതന്നെയാകും ഈ ആദികാവ്യം തലമുറകൾ കടന്ന് ഇന്നും വായിക്കപ്പെടുന്നതും ഇത്രയേറെ ജനകീയമായതും രാമായണത്തിനു മാത്രമായി നാം ഒരു മാസം നീക്കിവെച്ചതും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സമ്മേളനം കാങ്കോൽ ശ്യാമിലി ഗുപ്ത നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകത്ത് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം തന്നെ അക്രമങ്ങൾക്ക് ഇരകളാകുന്നത്, അവിടെയെല്ലാം തന്നെ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. IS-ന്റെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേരുന്നത് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വരുന്ന സ്ത്രീകളാണ്. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളെ IS-ന്റെ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചൊരു വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിടുകയുണ്ടായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. ജൂലൈ 16-17 തീയതികളിലായാണ് സമ്മേളനം നടക്കുക. രാവിലെ കാങ്കോൾ ടൗൺ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. PV ഗൗരി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. സംഘാടക സമിതി കൺവീനർ K രാജൻ സ്വാഗതം പറഞ്ഞു. PV ഗൗരി താൽക്കാലിക അധ്യക്ഷയായി. K പത്മിനി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം PV വത്സല അവതരിപ്പിച്ചു. P ഉഷ, PS രാധാമണി, PV ഗൗരി തുടങ്ങിയവർ പ്രൊസീഡിയമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പയ്യന്നൂർ മണ്ഡലത്തിൽ പ്രത്യേകം ആശുപത്രി അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച സമ്മേളനം സമാപിക്കും. BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രൻ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഏത് കൊലയോടും CPM യോജിക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം പാടില്ല. നാട്ടിൽ സമാധാനം ഉണ്ടാവണം, പ്രശ്നങ്ങളില്ലാതെ പോകണം. ഞങ്ങളായിട്ട് പയ്യന്നൂരിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തലയുയർത്തി പിടിച്ചിട്ട് പറയാം. ഞങ്ങൾ പറയുന്നത് ഈ 2 കൊലയുടെയും ഉത്തരവാദി RSS ആണ് എന്നാണ്. ധനരാജനെ കൊന്നത് RSS ആണ്. തുടർന്ന് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് വഴിയൊരുക്കിയത് RSS ആണ്. ഈ RSSൻ്റെ ഭീകരതയ്ക്ക് മുന്നിലാണ് പയ്യന്നൂരിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിന് ഉത്തരവാദികൾ അവരാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം. പയ്യന്നൂരിലെ കൊലപാതക ആക്രമണങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദികൾ RSS നേതൃത്വമാണ്. RSS BJP നേതാക്കൾ ഇപ്പോൾ CPM-നെതിരെ കുപ്രചരണം നടത്തുകയാണെന്നും CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ പറഞ്ഞു. ജില്ലയിലോ ജില്ലക്ക് പൊടിയിലോ എവിടെയെങ്കിലും ഒരു കൊലയോ അക്രമമോ RSS സംഘടിപ്പിച്ചാൽ അതിലെ പ്രതികൾ വന്ന് സുരക്ഷിതമായിട്ട് താമസിക്കുന്നൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ മൊട്ടക്കുന്നെന്ന് പറയുന്നത്. അത് പയ്യന്നൂരിൽ നിന്നും ടച്ച് ചെയ്യാതെ തന്നെ അവർക്കിന്ന് പോകാൻ സൗകര്യമുണ്ട്. മുട്ടമ്പാലം വന്നതോടുകൂടി എവിടുന്നും ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഇതിലേക്ക് കക്കമ്പാറ വഴി കയറി പോകാനുള്ള സൗകര്യം ഈ മൊട്ടക്കുന്നിലുണ്ട്. അതൊരു പ്രത്യേക ലോകമാണ്. അത് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പുറം ലോകക്കാർ പോയിട്ടുണ്ടാവുക. ആ മൊട്ടക്കുന്നിലേക്കാണ് ഇവർ ഈ വീട് ആക്രമിച്ചതിന് ശേഷം മോട്ടോർ ബൈക്കിൽ രക്ഷപ്പെട്ടത്. ഇനിയും നുണപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. കുന്നരു പാർട്ടി ഗ്രാമമെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്ത് RSS BJP ക്രിമിനൽ സംഘങ്ങളുടെ ഒരു രഹസ്യ കേന്ദ്രം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അക്രമങ്ങളെയോ കൊലപാതകങ്ങളെയോ CPM ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മധുസൂദനൻ കൂട്ടിച്ചേർത്തു. ഒപ്പം പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിന് BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മധുസൂദനൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ഒരു അടിസ്ഥാനവുമില്ലാത്ത നട്ടാൽ മുളക്കാത്ത നുണ, കളവ് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതിൽ കൃത്യമായിട്ട് പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനമില്ലാത്തതാണ്, ഞാൻ പറഞ്ഞതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യണം ഈ വിടുവായത്വം പറയുന്ന ആളുകൾ. അതല്ലെങ്കിൽ സിവിലായിട്ടും ക്രിമിനലായിട്ടും നടപടികൾ സ്വീകരിക്കും. ഞങ്ങളതിൽ നഷ്ടപരിഹാരമൊക്കെ സ്വാഭാവികം അങ്ങനെയുണ്ടല്ലോ, കേസിൻ്റെ ഒരു രീതി അതാണല്ലോ.
ആ നിലക്ക് ആവശ്യപ്പെട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകും. പരിസ്ഥിതി ആശയങ്ങളുടെയും പ്രകൃതി സ്വപ്നങ്ങളുടെയും വിത്തുകൾ വിദ്യാർത്ഥികളുടെ ഇളം മനസ്സുകളിൽ വിതയ്ക്കുക എന്ന മഹാദൗത്യവുമായി മഴയാത്ര വലിയ പറമ്പ പഞ്ചായത്തിലെ പടന്നക്കടപ്പുറം പുലിമുട്ട് പരിസരത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ മഴയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. വെള്ളം ഉണ്ടാകുമ്പോൾ അത് ശുദ്ധമായ വെള്ളം ലഭിക്കുന്നില്ല. ചിലയിടങ്ങളിൽ തീരെ വെള്ളം ലഭിക്കാതെ വണ്ണം വരൾച്ച കൊണ്ട് ഏറ്റവും രൂക്ഷമായ അനുഭവം നമ്മുടെ ജില്ല അനുഭവിച്ചത് കേരളത്തിലുടനീളം അനുഭവിച്ച പാലക്കാട് ജില്ല കഴിഞ്ഞാൽ ചിലപ്പോൾ കാസർഗോഡ് ജില്ലയായിരിക്കാം വരൾച്ച കൊണ്ട് ഏറ്റവും അധികം പൊറുതിമുട്ടിയത്. ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥ. ലോകത്ത് വിദഗ്ധന്മാർ പറയുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയാണ് മൂന്നാം ലോക മഹായുദ്ധം വരാൻ വേണ്ടി പോകുന്നതെന്നാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വലിയ പറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ, PTA പ്രസിഡന്റ് AV ഗണേശൻ, ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പരിസ്ഥിതി സംരക്ഷണ രേഖ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജമോഹന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ഇവിടെ മഴയുള്ളത് കൊണ്ട് ജലമുണ്ട്, ജലമുള്ളത് കൊണ്ട് ജീവനുണ്ട്, ജീവനുള്ളത് കൊണ്ട് ജീവജാലങ്ങളുണ്ട്, ഇവിടെ മനുഷ്യരുമുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ കുറഞ്ഞു വരുന്നു. ജലക്ഷാമം ഇന്ന് ഭൂമിയുടെ കഥയായി മാറിയിരിക്കുന്നു. തുടർന്ന് കവയിത്രി സുഗതകുമാരിയുടെ പരിസ്ഥിതി കവിത CP ശുഭ ആലപിച്ചതോടെ പുലിമുട്ട് പരിസരത്തിലൂടെ മഴയാത്രയ്ക്ക് തുടക്കമിട്ടു. മുത്തുപോൽ വീഴും മഴത്തുള്ളികളേറ്റും കൊണ്ട് ചക്രവാളത്തിൻ ചോട്ടിൽ ഏകനായി നിന്നിടുമ്പോൾ താഴെയൻ പാദങ്ങളെ തഴുകി തളരുന്നോരാഴി വീജികൾ വിങ്ങി വിങ്ങി വിതുമ്പിക്കരയുമ്പോൾ നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മഴ മാറി നിന്ന ദിനത്തിൽ മഴയാത്രയിൽ വെയിൽ ചൂടേറ്റ് കുട്ടികൾ കുഴഞ്ഞു. പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതിഥ്യമരുളുന്ന കാസർഗോഡ് ജില്ലാതല മഴയാത്രയ്ക്ക് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1500ഓളം വിദ്യാർത്ഥികൾ 9 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിൽ കടലിനും കൗവായിക്കായലിനും മധ്യത്തിലൂടെ മഴ നനഞ്ഞു നടക്കാനുള്ള പരിപാടിയിൽ മഴ ചതിച്ചെങ്കിലും ബാക്കിയെല്ലാം നിശ്ചയിച്ചതുപോലെ നടന്നു. കൗവായിക്കായൽ സംരക്ഷണത്തിനുള്ള മർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഇത്തവണത്തെ മഴയാത്രയുടെ പ്രധാന ലക്ഷ്യം. കടലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ കടൽക്കരയിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പുനരുപയോഗ കേന്ദ്രത്തിലേക്ക് കൈമാറും. കടലോരത്ത് കടലാക്രമണം തടയാൻ മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചും കായലോരത്ത് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും പരിസ്ഥിതി ഗീതം ആലപിച്ചും 9 കിലോമീറ്റർ നടന്ന് 2 മണിയോടെ ഇടയിലക്കാട്ടിലെത്തി. മനുഷ്യരോട് ഏറെ ഇണക്കമുള്ള വാനരക്കൂട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ടും ജൈവ വൈവിധ്യ സമ്പന്നതയാലും വേറിട്ട് നിൽക്കുന്ന ഇടയിലക്കാവിലെ വലം വെച്ച് 1500 കുട്ടികൾ അണിനിരന്ന് കാവ് സംരക്ഷണ മനുഷ്യമതിൽ തീർത്തു. ഇടയിലക്കാവിലെ വാനരർക്ക് നിത്യവും സദ്യയൂട്ടുന്ന ചാലിൽ മാണിക്യവുമായി കുട്ടികൾ സംവദിച്ചു. മാണിക്യം വാനരർക്ക് ചോറൂട്ടുന്ന രംഗം കുട്ടികൾക്ക് കൗതുകമായി. തുടർന്ന് കാവ് സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു. സമാപനം കുറിച്ച് ഇടയിലക്കാട്ടിലെ ബണ്ടിൽ പെയ്യട്ടെ മഴ എന്ന പേരിൽ പ്രമുഖ നാടൻ പാട്ടുകാർ അണിനിരുന്ന മഴപ്പാട്ടുമേളവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പുതിയങ്ങാടി മത്സ്യബന്ധന തുറമുഖത്തിന് പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ ഉടൻ ഭരണാനുമതി. മിനി ഹാർബർ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങും എന്ന പ്രതീക്ഷയിലാണ് കടലോരവാസികൾ. പുതിയങ്ങാടിയിൽ ഫിഷറീസ് ഹാർബർ പ്രവർത്തനം ആരംഭിക്കുക എന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഇതിനായുള്ള പഠനം 2 വർഷം മുൻപേ തന്നെ ആരംഭിച്ചിരുന്നു. പഠന റിപ്പോർട്ട് ലഭിച്ച ഉടനെ മത്സ്യബന്ധന തുറമുഖത്തിന് അനുമതി നൽകുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയിൽ അറിയിച്ചു. TV രാജേഷ് MLAയുടെ സബ്മിഷൻ മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പുതിയങ്ങാടിയിൽ മത്സ്യബന്ധന തുറമുഖം വരുന്നതോടുകൂടി കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ പുതിയങ്ങാടിയിൽ എത്തിച്ചേരും. ഇത് ഈ മേഖലയിൽ വൻ വികസനത്തിന് വഴിയൊരുക്കും. ഇപ്പോൾ പുതിയങ്ങാടി മേഖലയിൽ മത്സ്യബന്ധന യാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ അപകടങ്ങളും ഒഴിവാകും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂരിന്റെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടാകും ബജറ്റിൽ മണ്ഡലത്തിൽ അനുവദിച്ച പദ്ധതികളെന്ന് ശ്രീകൃഷ്ണൻ MLA മാധ്യമ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂരിനെ പൈതൃക ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ പയ്യന്നൂർ മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് ഇത്തവണ ബജറ്റിൽ ലഭിച്ചിട്ടുള്ളതെന്ന്
ശ്രീകൃഷ്ണൻ എം.എൽ.എ മാധ്യമസമ്മേളനത്തിൽ വ്യക്തമാക്കി. മൂലക്കീൽ കടവ് പാലത്തിന് 25 കോടി, ചൂളക്കടവ് പാലത്തിന് 20 കോടി, കാങ്കോൽ ചീമേനി റോഡിന് 10 കോടി, ചെറുതാഴം മുതുവൻ റോഡിന് 10 കോടി, പുന്നക്കടവ് പുതിയ പുഴക്കര ഏഴിമല റെയിൽവേ സ്റ്റേഷൻ റോഡിന് 10 കോടി, വെള്ളോറ കക്കറ കടുക്കാരമുക്ക് റോഡിന് 10 കോടി, വെള്ളൂർ പാടിയോട്ടുചാൽ പുളിങ്ങോം റോഡിന് 15 കോടി, പയ്യന്നൂരിലെ പുതിയ കോടതി കെട്ടിട സമുച്ചയത്തിന് 5 കോടി, കണ്ണൂർ സൈബർ പാർക്കിന് 18.35 കോടി, പൂരക്കളി അക്കാദമിക്ക് 25 ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. SFI തൃക്കരിപ്പൂർ ഏരിയ പഠന ക്യാമ്പിന് തുടക്കമായി. 2 ദിനങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം DYFI കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായി ഇളമ്പച്ചിയിൽ നടക്കുന്ന SFI തൃക്കരിപ്പൂർ ഏരിയ പഠന ക്യാമ്പിന് ഇളമ്പച്ചി ബസ് സ്റ്റോപ്പ് പരിസരത്ത് SFI ഏരിയ പ്രസിഡന്റ് KV യദു പതാക ഉയർത്തി. DYFI കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. SFIയും DYFI ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം നിങ്ങൾ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നു, ക്യാമ്പസിന് പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് മറ്റ് യുവജനയും ബഹുവചന പ്രസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നത്. പഴയതുപോലെയല്ല. നമ്മുടെ ക്യാമ്പസിനകത്തെല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനാ പ്രവർത്തകനാവുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ജാഗ്രത നമ്മൾ കാണിക്കണമെന്നും ശിവജി വെള്ളിക്കോത്ത് പറഞ്ഞു. നമുക്ക് പരിചയമുള്ള തോട്ടിൽ കുളിക്കുന്ന ലാഘവത്തോടെ കടലിൽ കുളിക്കുവാൻ ചെന്നാൽ അബദ്ധം പറ്റുമെന്നും ജാഗ്രത കൂടിയേ തീരുമെന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് KV യദു അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ അനുമോദന പ്രസംഗം നടത്തി. ഏരിയ സെക്രട്ടറി P സനൽ, MP കരുണാകരൻ, K കുഞ്ഞികൃഷ്ണൻ, KV അമ്പു തുടങ്ങിയവർ സംസാരിച്ചു. KK രാജശേഖരൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ആധിയും വ്യാധിയും അകറ്റാൻ കരിവള്ളൂരപ്പന് മുറതെറ്റാതെ കർക്കിടക കാഴ്ചയെത്തി. കുണിയൻ പറമ്പത്തറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാണിയിലും സോമേശ്വരി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് കാഴ്ചയെത്തുന്നത്. മുറതെറ്റാതെ ഇക്കൊല്ലവും കരിവള്ളൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക കാഴ്ചയെത്തി. പഞ്ഞ കർക്കിടക മാസത്തിൽ ആദിയും വ്യാധിയും അകറ്റി ദേശത്തെ കാത്തുരക്ഷിക്കാനാണ് ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നത്. ദേശത്തെ കാത്തുരക്ഷിക്കുന്നത് കരിവള്ളൂരപ്പനാണെന്നാണ് വിശ്വാസം. ഓരോ സമുദായക്കാരും ഓരോ രീതിയിലാവും കാഴ്ച സമർപ്പണം നടത്തുക. ഇതിൽ പ്രധാനമാണ് കുണിയൻ പറമ്പത്തറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കരിവള്ളൂർ വാണിയിലും സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നുമുള്ള കാഴ്ചവരവ്. ഇളനീർ, ചക്ക, വെറ്റില, അടക്ക എന്നിവയൊക്കെയാണ് കാഴ്ചയായി സമർപ്പിക്കപ്പെടുന്നത്. തലേ ദിവസം ചക്ക വെട്ടി കിണറ്റിലിടും. ഇതിൽ തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്ന 2 ചക്കയാവും കാഴ്ചയായി സമർപ്പിക്കുക. ചില പ്രത്യേക സ്ഥലത്ത് ആദ്യം കാഴ്ച ഈ ചക്ക കാണും. ആ ചക്ക ഇന്നലെ പറിച്ച് അവിടെ ഒരു തറവാട്ടിലൊരു കിണറുണ്ട്, ആ കിണറിൽ അവിടെ കൊണ്ടിട്ടു. ഇന്ന് വാണിയലത്ത് അടിയന്തരമായിട്ട് നമ്മൾ പിന്നെ കുണിയെല്ലാവരും ആ ചക്ക കിണറുകളിൽ നിന്ന് എടുത്ത് അത് ഇങ്ങനെ തണ്ടുകളിൽ കെട്ടി പിന്നെ തേങ്ങാക്കൊല, അടക്കാക്കൊല, വെറ്റില ഇതെല്ലാം എടുത്ത് ഞങ്ങളിങ്ങനെ ഇവിടെ കരൂരപ്പർ ഇന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കും. നാട്ടിടവഴികളിൽ കൂടിയാവും ശിവക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുക. നിരവധി ആളുകൾ അകമ്പടി സേവിക്കും. വെളിച്ചപ്പാടന്മാരും മറ്റും അകമ്പടിയായി കൂടെയുണ്ടാവും. കാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ചെണ്ടകൊട്ടി ദേവനെ ഉണർത്തുക എന്നതും ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ പടിക്ക് പുറത്ത് വയ്ക്കുന്ന കാഴ്ചവസ്തുക്കൾ വൈകുന്നേരത്തോടെ ദേവന് സമർപ്പിക്കും. ഇതോടെ ചടങ്ങുകൾ അവസാനിക്കും. ഇനിയുള്ള 1 വർഷക്കാലം ആദിയും വ്യാധിയും അകറ്റി കരിവള്ളൂരപ്പൻ ദേശത്തെ കാത്തുരക്ഷിച്ചുകൊള്ളുമെന്നാണ് വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. LIC ഏജൻസ് ഓർഗനൈസേഷൻ CATU അനുമോദനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടുക്കുവൽ ഉദ്ഘാടനം ചെയ്തു. മുമ്പുള്ളതുപോലെ മുമ്പിപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആരാവാനാണ് ആഗ്രഹം എന്ന് ക്ലാസ്സിൽ മാഷ് ചോദിച്ച ചില കുട്ടികൾ ഡ്രൈവറാകാനാണ് ആഗ്രഹം. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ ആകട്ടെ എന്ന് ചോദിച്ചിട്ട് മാഷ് പലപ്പോഴും വഴക്ക് വന്നു. നമ്മൾ പണ്ട് അനുഭവിച്ചതാണ്.
LIC ഏജന്റുമാരുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി MK മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. PP ഉമേഷ് അധ്യക്ഷത വഹിച്ചു. PJ ജേക്കബ്, T രാമചന്ദ്രൻ, T വിജയൻ, PV മഹേന്ദ്രൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഏജന്റുമാർക്കായി ബിസിനസ് മോട്ടിവേഷൻ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസും നടന്നു. KU സുനീത് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. പള്ളിക്കര ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഷാർജ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിക്കുന്ന ബൈത്തുർഹമ കുറ്റിയടിക്കൽ കർമ്മം പള്ളിക്കരയിൽ നടന്നു. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ന്യൂനപക്ഷ തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടി ഈ പച്ചക്കൊടിയാണ്. നമുക്കറിയാം, ഹരിത പതാകയുമായിട്ടാണ് മുസ്ലിം തീവ്രവാദത്തിനെതിരെ നമ്മൾ പോരാടിയത്. അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലെ ചെറുപ്പക്കാരെ ഇവർ വല്ലാണ്ട് വലവീശി പിടിക്കുമായിരുന്നു. അതൊഴിവാക്കിയത് ലീഗിന്റെ രാഷ്ട്രീയമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ്. രാജ്യത്തെ എല്ലാ ജനസമൂഹങ്ങളുമായി ഏറ്റവും നല്ല സൗഹൃദം പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ലീഗ് രാഷ്ട്രീയം. മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും 20ഓളം MLA-മാർ ലീഗിന്റെ സംഭാവനയാണ്. കേരളത്തിലെ മതേതരത്വം നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തമായ ഇടപെടലിലൂടെയാണെന്നും മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പറഞ്ഞു. VK അബ്ദുൽ ഖാദർ മൗലവി, P മുഹമ്മദ് കുഞ്ഞി, ഷഹീർ ശ്രീകണ്ഠാപുരം, അൻസാരി തില്ലങ്കേരി, BP ബമ്പൻ, AP ബദറുദ്ദീൻ, POP മുഹമ്മദ് അലി, OP ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാന സർക്കാരും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി ഒരുക്കുന്ന അംഗൻവാടി കുട്ടികൾക്കായുള്ള പുസ്തകം അങ്കണപ്പൂമഴയുടെ വിതരണം മറത്തിൽ അംഗൻവാടിയിൽ നടന്നു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു കുട്ടിക്ക് ആ ദിവസം എത്രയാണോ ആവശ്യമായ കലോറി ഊർജ്ജം അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നൽകുന്ന ഉപ്മാവ് അല്ലെ, അത് കൃത്യമായ അളവിലാണ് നമ്മൾ. യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സൂപ്പർവൈസർ പ്രജ്ന പദ്ധതി വിശദീകരിച്ചു. KPV ദാമോദരൻ, CK മധു, ഓമന KV തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന ആരോഗ്യ ക്ലാസ്സിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് നേതൃത്വം നൽകി. രമണി PV നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മലങ്കര കത്തോലിക്ക സഭ കാസർഗോഡ് വൈദിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്രയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമായി. പദയാത്രയ്ക്ക് വൈദികർ നേതൃത്വം നൽകി. മലങ്കര കത്തോലിക്ക സഭ കാസർഗോഡ് വൈദിക ജില്ലയുടെ നേതൃത്വത്തിൽ പദയാത്രാ പ്രയാണവും അനുസ്മരണവും ശനി ഞായർ തീയതികളിൽ ഏറ്റുകൊടുക്ക ലൂർദ് മാതാ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടക്കും. കാങ്കോൾ ടൗണിൽ നിന്നും ആരംഭിച്ച പദയാത്രാ പ്രയാണം ലൂർദ് മാതാ ദേവാലയ പരിസരത്ത് സമാപിച്ചു. കാസർഗോഡ് വൈദിക ജില്ലയിലെ നിരവധി തീർത്ഥാടകർ പങ്കെടുത്തു. വൈദിക ജില്ലാ വികാരി ഫാദർ ജോൺ പനച്ചിപ്പറമ്പിൽ, ഫാദർ തോമസ് ചമതയിൽ, ഫാദർ ചാക്കോ ചേലംപറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം LSS USS ഉന്നത വിജയികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉപജില്ലയിൽ നിന്നും LSS USS നേടിയ കുട്ടികൾക്കുള്ള ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ അനുമോദനം ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പയ്യന്നൂർ AEO P രാമദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ഇവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു മുഖ്യ കടമയാണ്, ചുമതലയാണ് എന്ന രീതിയിൽ തന്നെ കണ്ട് ഇവരെ വിവിധ പരീക്ഷകൾക്ക് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. നമുക്കിപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളിൽ വേണം. ഇപ്പോൾ നഗരസഭ ഒരു പദ്ധതി ആലോചിച്ചിട്ടുണ്ട്. തെളിമ പദ്ധതി വിശദീകരണം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ശശീന്ദ്രൻ നിർവഹിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, ഡയറ്റ് കണ്ണൂർ സീനിയർ ലെക്ചറർ KM സോമരാജൻ, CK പുരുഷോത്തമൻ, BPO ഇൻചാർജ് VP ശശിധരൻ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപക ഫോറം കൺവീനർ MV പുരുഷോത്തമൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജാക്ലിൻ ബിന്ന സ്റ്റാൻലി നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ സൗഹൃദവേദി മസ്കറ്റ് ഘടകം വാർഷികം ഞായറാഴ്ച കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും. സൗഹൃദവേദി മസ്കറ്റ് ഘടകത്തിന്റെ 12ാം വാർഷികം ജൂലൈ 17 കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും.
രാവിലെ 10-ന് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്യും. CB ബാലകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പയ്യന്നൂരിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കലാഭവൻ പ്രചോദനം അവതരിപ്പിക്കുന്ന കോമഡി ഷോയും കലാപരിപാടികളും അരങ്ങേറും. മാധ്യമ സമ്മേളനത്തിൽ ബാബു പുറവങ്കര, CV രഘുനാഥ്, E പ്രേമാനന്ദൻ, K ബാലകൃഷ്ണൻ, EV സുധാകരൻ, TI സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. മാലമോഷ്ടാക്കളെ പിടികൂടിയവർക്ക് നാടിന്റെ ആദരം. ഈയക്കാട് മുണ്ട്യ പരിസരത്ത് നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ഒരു ഇടപെടൽ വളരെ അത്ഭുതകരമാണ്, വിസ്മയകരമാണ്. കാരണം നമ്മുടെ ഒരു കാലം എന്ന് പറയുന്നത്, കാലമല്ല ലോകം എന്ന് പറയുന്നത് അവനവന്റെ ഒരു ലോകമാണ്. നമ്മൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ ഒരു വല്ലാത്ത സങ്കുചിത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ കറങ്ങി നടന്ന് വീട്ടമ്മമാരുടെ മാല തട്ടിയെടുക്കുന്നത് പതിവാക്കിയ കൊടുംകുറ്റവാളികളായ 2 പേരെ കിലോമീറ്ററുകളോളം ബൈക്കിൽ പിന്തുടർന്ന് സാഹസികമായി കീഴ്പ്പെടുത്തി നിയമത്തിന് മുന്നിലെത്തിച്ച നാടിന് അഭിമാനമായ TV കുഞ്ഞികൃഷ്ണൻ, VM രാജൻ, P ശ്രീധരൻ, മല്ലക്കര രവീന്ദ്രൻ എന്നിവരെയാണ് ഈയക്കാട് പൗരാവലി അനുമോദിച്ചത്. തെക്കേ മാണിയാട്ട് നിന്ന് തൃക്കരിപ്പൂരിലേക്ക് വരികയായിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്നും 5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ബൈക്കിൽ കടന്നു കളയുന്ന മോഷ്ടാക്കളെയായിരുന്നു ഈ സംഘം പിടികൂടിയത്. യോഗത്തിൽ V പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP KK സുനിൽ ബാബു ഉപഹാരസമർപ്പണം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം P കുഞ്ഞമ്പു, DYSP V മധുസൂദനൻ, തമ്പാൻ PV, KV രാജൻ, K തമ്പാൻ, രമിത്ത് PK, രവീന്ദ്ര വാര്യർ, വിജയ ഈയക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. OP നിഷാദ്, EV ദാമോദരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് PV ലോഹിതാക്ഷന്റെ 9ാം ചരമവാർഷിക ദിനത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തീവ്രവാദ ബന്ധത്തിനെക്കുറിച്ചുള്ള പരാതികളുടെ പേരിൽ മതവർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ തടയണമെന്നും സംസ്ഥാന സർക്കാർ ശക്തമായി ഇടപെടണമെന്നും കോൺഗ്രസ് എസ് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ആവശ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് P പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. KPTA പ്രസിഡന്റ് KV ദേവദാസ്, പ്രൊഫസർ TK വിഷ്ണു നമ്പൂതിരി, T രാജൻ, P ജയൻ, AK ഈശ്വരൻ നമ്പൂതിരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. പഴയങ്ങാടി MECA സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും സ്വർണ്ണ മെഡൽ സമർപ്പണവും സ്കൂൾ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഒരു ജോലി വേണം. ആ ജോലി എവിടുന്നാണ്? അതിന് വിദ്യാഭ്യാസം വേണം. അതിന് പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിടത്തേക്ക് നമ്മുടെ ലോകം എത്തുകയാണ്, നമ്മുടെ സംസ്ഥാനം എത്തുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, കുട്ടികൾ നന്നായി പഠിച്ചു. കേവലം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പുസ്തകത്താളുകളിൽ പുസ്തകക്കുഴുക്കളായിട്ട് മേഞ്ഞു നടക്കുകയല്ല വേണം. സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വർണ്ണ മെഡൽ വിതരണം ചെയ്തു. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 5ാമത്തെ സ്മാർട്ട് ക്ലാസ് റൂം അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ ഉപഹാര വിതരണം നിർവഹിച്ചു. അഹമ്മദ് പരിയാരം, PV അബ്ദുറഹ്മാൻ, രമ ഗോപിനാഥ്, MP നൂറുനിസ, PV അബ്ദുള്ള, B അഷ്റഫ് മാടായി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 1988-89 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. AK രാജീവിന്റെ അധ്യക്ഷതയിൽ സൂപ്രണ്ട് ഇൻചാർജ് M പ്രദീപ് സംഗമം ഉദ്ഘാടനം ചെയ്തു. PA സിസ്റ്റം സമർപ്പണം PU അനൂപ് കുമാർ നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പഴയ ഗുരുനാഥന്മാരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ഇത്തവണത്തെ THSLC ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. ജോസഫ് തോട്ടാൻ, PV വിജയൻ, KV രഘു, മനോജ്, KK ജയകുമാർ, പ്രദീപ് പാലായി എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. V അനിൽകുമാർ സ്വാഗതവും ശശിധരൻ CV നന്ദിയും പറഞ്ഞു. സെയ്തുമാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രവാസി സംഗമം പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് നടന്നു. SAP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഒരു പ്രവാസി എന്ന നിലക്കും സഫ്വ പ്രവാസി ഒരു UAE കമ്മിറ്റിയുടെ വർഷങ്ങളോളമായുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലക്കും എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സുദിനമാണിത്.
7,000-ഓളം അംഗങ്ങളുള്ള കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയാണ് സഫ. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലും നിരവധി പ്രവർത്തനങ്ങളാണ് സെയ്തുമാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ നടത്തിവരുന്നത്. മൊട്ടാമ്പ്രം മിനാറിൽ നടന്ന പരിപാടിയിൽ SLP മൊയ്തീൻ, ഡോക്ടർ ഉമർ ഫാറൂഖ്, SAP ആസാദ്, SLP റഫീഖ്, സത്താർ, മൊയ്തീൻ, നാസർ, അബ്ദുറഹ്മാൻ, SAP മൊയിനുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്വർക്ക് ചാനലിന്റെ പ്രതിവാര പരിപാടി തെയ്യപ്പെരുമയിൽ പൊട്ടൻ തെയ്യത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് ശനിയാഴ്ച രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്തു. മറ്റു പ്രധാന തെയ്യക്കോലങ്ങളെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. തിങ്കളാഴ്ച രാവിലെ 7-നും ബുധനാഴ്ച ഉച്ചയ്ക്ക് 1-നുമാണ് തെയ്യപ്പെരുമയുടെ പുനഃസംപ്രേഷണം. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സംസ്ഥാനത്ത് സ്കൂളുകളുടെ നിലവാരം ഉയർന്നതായി റിപ്പോർട്ട്. എങ്കിലും സംസ്ഥാനത്ത് ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റുലി. സാധാരണ പഠിക്കാനുള്ള മാത്രമല്ലാതെ ഈ സാധാരണയായിട്ട് പഴയ കാലത്തുള്ള പ്രകൃതിയിൽ നടന്നിട്ട് എല്ലാം കളിക്കെടുക്കാനോ ബാക്കിയുള്ളതിനോ പോകാനുള്ള സമയമില്ല. കാരണം ട്യൂഷനാണ് ഇന്നവർക്ക് എപ്പോഴും പ്രധാനം. രാവിലെ ട്യൂഷൻ, വൈകുന്നേരം വന്നാൽ ട്യൂഷൻ. കുട്ടികൾക്ക് എപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനോ നാടുമായിട്ട് ബന്ധപ്പെടാനോ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നിർത്തിയത്. അതുണ്ടാക്കി തീർത്തത് പഴയ കാലത്തുള്ള ഈ ഗവൺമെൻറ് സ്കൂളിലും മറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് അന്നത്തെ ടീച്ചേഴ്സ് എടുക്കുന്ന ഇത് പോരാ എന്നുള്ള സമ്പ്രദായത്തിലേക്കാണ് ഈ ട്യൂഷൻ തന്നെ വന്നത്. അതൊരു ബിസിനസ്സായി ഇന്ന് മാറിയിരിക്കുന്നു. നല്ല പ്രവണതയിലേക്ക് കൂടിയല്ല ഇന്ന് മുന്നോട്ട് പോകുന്നത്. കുട്ടി ഉണർന്ന മുതൽ തന്നെ ഓരോ രക്ഷിതാവും ആ കുട്ടിയെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ചു ഉയർത്താൻ വേണ്ടിയുള്ള എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അവരെ ഓരോ വിദ്യാരംഗത്തേക്ക് കടത്തിവിടുകയാണ്. പക്ഷേ ആ കുട്ടി വൈകിട്ട് 4 മണിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പോലും ആ കുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയോ അത് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന് വീണ്ടും ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും അടിച്ചേൽപ്പിക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ട്യൂഷനുകൾ വർദ്ധിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ വീട്ടിൽ സ്കൂളിൽ നിന്ന് പഠിച്ച് രണ്ടാമത് വീട്ടിലേക്ക് പോയി വീണ്ടും ട്യൂഷന് പോയിരിക്കുന്നു, വീണ്ടും വീട്ടിലേക്ക് പോകുന്നു, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊരു വിശ്രമമില്ല, കുട്ടികൾക്ക് ആകെ ടെൻഷനാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കുക. അത് സ്കൂളിൽ തന്നെ നല്ല നിലവാരം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെ നല്ല നിലവാരം ഉണ്ടാക്കണം. നല്ല വിദ്യാഭ്യാസം ആദ്യം നല്ല അധ്യാപകന്മാരും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ട്യൂഷൻ അമിത ഭാരമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നാമത് ചില കുട്ടികൾ രാവിലെ 6 മണിക്ക് മദ്രസയിൽ പോയി വീണ്ടും 8 മണിക്ക് സ്കൂളിൽ പോയി വൈകുന്നേരം ഹോംവർക്കൊക്കെ ആക്കിയിട്ട് 16-18 മണിക്കൂറുകൾ കുട്ടികൾ ഹെവി ഡ്യൂട്ടി ആകുമ്പോൾ അതൊരു മാനസികമായ വിഭ്രാന്തി ഉണ്ടാക്കുന്നു. അതിനുള്ളൊരു പോംവഴി രക്ഷിതാക്കൾ വേണ്ട പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ രക്ഷിതാക്കളൊക്കെ മിനിമം +2 ഡിഗ്രി വിദ്യാർത്ഥികളുടെ മക്കളാണ്. ആയതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് തന്നെ വീട്ടിൽ വെച്ച് രക്ഷിതാവാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. ആ രക്ഷിതാവിൻ്റെ ശ്രദ്ധ, ഒരു അതീവ ജാഗ്രത പുലർത്തിയാൽ ഇത്തരം ടെൻഷനുകൾ ഒഴിവാക്കാൻ സാധിക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. പയ്യന്നൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രന്റെ പരാമർശം അപകീർത്തികരമെന്ന് CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ. രാമായണ പുണ്യവുമായി കർക്കിടകം പിറന്നു. ഹൈന്ദവ ഭവനങ്ങളും ക്ഷേത്രങ്ങളും ഇനി രാമായണ ശീലുകളാൽ മുഖരിതമാവും. പരിസ്ഥിതി ആശയങ്ങളുടെയും പ്രകൃതി സ്വപ്നങ്ങളുടെയും വിത്തുകൾ വിദ്യാർത്ഥികളുടെ ഇളം മനസ്സുകളിൽ വിതയ്ക്കുക എന്ന ദൗത്യവുമായി നടന്ന മഴയാത്ര ശ്രദ്ധേയമായി.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സമ്മേളനം കാങ്കുലിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. SFI തൃക്കരിപ്പൂർ ഏരിയ പഠന ക്യാമ്പിന് തുടക്കമായി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.